Name, place, animal thing. Any word. ഹലോ, അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇപ്പം രാവിലെ എഴുന്നേറ്റ ഉടൻ ഞാനിപ്പോൾ അടുക്കളയ്ക്ക് അങ്ങോട്ട് കയറലാണ്. കാരണം സ്കൂളൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ലേറ്റ് ആയിട്ട് തന്നെ എണീക്കാറ്. അപ്പം ഇന്ന് ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയപ്പോൾ ഫുള്ള് സാധനം ഉള്ള പോലെ നോക്കിയപ്പോൾ നൈനും ഒട്ടിച്ച് വെച്ചതാട്ടോ. അതൊക്കെ മുന്നേ ഒട്ടിച്ച് വെച്ചതാ. നാട്ടിലുള്ളപ്പം നമുക്കൊരു ബോർഡ് ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങനെ ഡെയിലി സംഭവങ്ങളൊക്കെ എഴുതി വെക്കാൻ. അതിൻ്റെ ഒരു ഏകദേശം മോഡലിൽ അവൾ തന്നെ ഉണ്ടാക്കിയതാ. അപ്പം ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് നീർദോശയും സ്റ്റൂവും ആണ്. അപ്പോൾ നീർദോശ ഞാൻ അധിക ദിവസം ഉണ്ടാക്കുന്ന സാധനം, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, നമ്മൾ അരച്ചൊന്നും വെക്കണ്ട എന്നുള്ളതുകൊണ്ട്. പിന്നെ എനിക്കും അഖിലിനും ചെറിയൊരു പനിയുണ്ട്. അപ്പം ഒന്നും ടേസ്റ്റ് അറിയുന്നുമില്ല. എന്ത് കഴിക്കുമ്പോഴും എന്തോ ഒരു പോലെയാണ്, ടേസ്റ്റ് അറിയാത്തത് കൊണ്ട്. അപ്പം അങ്ങനെ നീർദോശ ഞാൻ ജസ്റ്റ് വെള്ളത്തിൽ ഈ ഒരു പൊടി ഇട്ട് അടിച്ചു. നമ്മൾ പത്തിരിപ്പൊടി എടുക്കണം. പത്തിരിപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് നല്ല വെള്ളം പോലെ ആക്കി കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ച് മാറ്റി വെച്ചേ. ഇനി വായക്കൊരു ടേസ്റ്റ് നമുക്ക് അറിയുന്നേ ഇല്ല. അപ്പം എന്തെങ്കിലും ഒന്ന് അറിയുന്നത് എന്ന് പറഞ്ഞാൽ രസമാണുള്ളത്. അപ്പം രസം ഉണ്ടാക്കാന്നുള്ള പ്ലാനിൽ സിമ്പിളായിട്ടുള്ളൊരു രസമാണിത്. നിങ്ങളൊക്കെ വീട്ടിലെങ്ങനെയാണ് രസം ഉണ്ടാക്കാറുള്ളതെന്നൊന്നും നമുക്ക് കമൻറ്റിൽ പറയണേ. ഇത് ഞാൻ ഉണ്ടാക്കാറുള്ളൊരു രസമാണ്. നമുക്ക് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഉള്ളി, വെളുത്തുള്ളി, ജീരകം, അതേപോലെ കുരുമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കുക. പാനിൽ എണ്ണ ചൂടാക്കുക. അതിലേക്ക് കടുക്, അതേപോലെ തന്നെ വറ്റൽമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ എരിവ് കൂട്ടണ്ട വെച്ച് വറ്റൽമുളക് ഒഴിവാക്കാറാണ്. പിന്നെ ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിൽ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കും. വഴറ്റിയെടുത്തതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ആ ഒരു പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ആഡ് ചെയ്യണം. വീട്ടിലമ്മ സാധാരണ ഇതെല്ലാം ഒന്നും പൊടികളായിട്ട് ചേർക്കാറില്ല, എല്ലാം സെപ്പറേറ്റ് അരച്ച് ചേർക്കലൊക്കെയാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു വേർഷനാണ് കേട്ടോ. അപ്പം ഇതിലേക്ക് ഞാൻ മുളക് പൊടി ഇട്ടു, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവേൻ്റെ പൊടി, അതേപോലെ തന്നെ കായം കുറച്ച് ചേർത്ത് കൊടുത്തു. എന്നിട്ടാണ് അത് നന്നായിട്ട് ആ ഒരു പൊടീൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എല്ലാം ഈ കായം അതേപോലെ തന്നെ ഉലുവേനക്ക് കുറച്ചേ ഇടുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് അതൊന്ന് നന്നായി വാടി വരുമ്പോൾ ഇതിലേക്ക് ഞാൻ തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി നല്ല പുളിയുള്ള പഴുത്ത തക്കാളി ആണെങ്കിലാണ് രസം. പക്ഷെ എനിക്ക് കിട്ടിയ തക്കാളി അത്ര ഒരു പഴുത്തിട്ടില്ല, എന്നാലും അതേ ഉള്ളൂ. അതുകൊണ്ട് 2 തക്കാളിയും കൂടെ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ഒന്ന് അത് വഴണ്ട് വരണം, നന്നായിട്ട് ഉടഞ്ഞു കിട്ടണം. എന്നിട്ട് അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഏറ്റവും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ നോർമൽ വെള്ളം ഒഴിച്ച് നന്നായി തിളപ്പിക്കുക. അപ്പോൾ ഇതിലേക്ക് പുളിയും കൂടെ നമ്മൾ പാരണം. അപ്പം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയും കൂടെ ഞാൻ പാർന്നു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഒന്ന് നന്നായിട്ട് തിളച്ചാൽ തന്നെ രസം റെഡിയായി. അപ്പം എനിക്ക് രസത്തിൽ ഒരുപാട് മല്ലിയില വേണം. നല്ല രസമാണ് ആ മല്ലിയിലേൻ്റെ ടേസ്റ്റ്, അതും ചൂടോടെ കഴിക്കാൻ നല്ല രസമാണ്. അപ്പം അഖിലിന് പോകാൻ സമയമായി. ഇപ്പം ലഞ്ച് ബോക്സ് റെഡി ആക്കുകയാണ്. ചോറ്, മുട്ട പൊരിച്ചത്, രസം, അതേപോലെ തന്നെ ഞാനൊരു കോളിഫ്ലവറിൻ്റെ ഉപ്പേരി ചെറുതാക്കിയിട്ട് ഒരു ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഉപ്പേരിയും കൂടി സൈഡിൽ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പം അതാണ് ഇന്നത്തെ അഖിലിൻ്റെ ലഞ്ച് കേട്ടോ. പിന്നെ നീർദോശ, അഖിലിന് 2 നീർദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ കഴിക്കുന്നുള്ളൂ. സാധാരണ ഞാനും അഖിലൊക്കെ ഒരുമിച്ചിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. പക്ഷേ പനിയൊക്കെ ആയിട്ടാന്ന് തോന്നും, ഭക്ഷണം കഴിക്കാനേ തോന്നുന്നില്ല. അങ്ങനെ അഖില് പോയി കഴിഞ്ഞിട്ട് ഞാനൊരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു സമയത്ത് ഞാൻ അമ്മേനെ വിളിക്കാറുള്ളത് കേട്ടോ വീട്ടിലേക്ക്. അതേപോലെ തന്നെ ഏട്ടൻ്റെ മോനും ഈ ഒരു സമയത്താണ് വിളിക്കുക. അവൻ നല്ല സംസാരമാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളോട് കുറേ നേരം കഥയൊക്കെ പറഞ്ഞിരിക്കും. അപ്പോൾ എനിക്ക് നല്ല ഇഷ്ടം അവനോട് സംസാരിച്ചിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനോട് സംസാരിച്ച് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ ഒന്ന് ഇങ്ങനെ ക്യാമറ നോക്കിയതാട്ടോ. അപ്പോൾ എനിക്ക് തന്നെ തോന്നി ഞാൻ വല്ലാണ്ട് ക്ഷീണിച്ചിരിക്കുന്നു, ഒരു കണ്ടാൽ തന്നെ ഒരു എനർജിയും തോന്നണില്ല.
വേറെ ആംഗിളിൽ നോക്കി, ആംഗിളിന്റെ പ്രശ്നമല്ല നമ്മളുടെ പ്രശ്നമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അപ്പം എന്തായാലും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. മേലൊക്കെ കഴുകി ഞാൻ ക്യാമറ ഒക്കെ വെച്ചിട്ട് മേല് കഴുകി വന്ന് ക്യാമറ ഓൺ ആക്കിയപ്പോഴത്തേക്കും നെവൻ എണീറ്റിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു സമയത്ത് അവരിപ്പോൾ ഡെയിലി എഴുന്നേക്കാറുള്ളത് കേട്ടോ. ഇനി ഇതിനെ മാറ്റി എങ്ങനെ രാവിലെ 6 മണിക്ക് ആക്കുമെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാണ്. ഇപ്പം 9:30 ഒക്കെയാണ് എഴുന്നേറ്റ് വരുന്ന ഒരു സമയം എന്ന് പറയുന്നത്. അപ്പം ഞാനൊന്ന് ക്രീമൊക്കെ തേച്ച് കണ്ണൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു സമാധാനം തോന്നി. എന്നെ കണ്ടപ്പോൾ ഒരു എന്താ പറയുക, ഒരു എനർജി വന്ന ഒരു ഫീലും ഉണ്ടായിരുന്നു. അതേപോലെ നമുക്ക് ആദ്യമായിട്ട് ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് നമ്മളുടെ സബ്സ്ക്രൈബർ എനിക്കൊരു കൊറിയർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവർ ഇവിടെ ഒരു ഓൺലൈനിൽ ഒരു സ്റ്റോർ നടത്തുന്നുണ്ട്, മീക്ക എന്ന് പറഞ്ഞിട്ട്, മീക്ക ഡിസൈൻസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന്നൊരു ഡ്രസ്സും അതേപോലെ തന്നെ ഒരു മാലയും ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ വീഡിയോ ചെയ്യാൻ തന്നെ ഞാൻ കുറേ കാലം വിചാരിക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല. അപ്പം ഞാൻ നന്നായി ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ ആകെ ഈ പറഞ്ഞ പോലെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഈ ഡ്രസ്സൊന്നും ഇട്ടാൽ ഒരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ ചെയ്യുമ്പോൾ നമ്മളൊരു വൃത്തിക്ക് കാണിക്കണ്ടേ. അപ്പം അതില്ലാത്തതിനെ കൊണ്ട് അതിങ്ങനെ ഡിലേ ആയി പോയിക്കൊണ്ടേയിരുന്നതാണ്. അപ്പോൾ നല്ല രസമുള്ള ഒരു ഡ്രസ്സാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് എന്തായാലും ഇടുന്നുണ്ടാവും കേട്ടോ. പിന്നെ ഇപ്പം ആ കിട്ടിയ എനർജിയിൽ നമുക്ക് വേഗം തന്നെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കണമുള്ള സാധനങ്ങളും ഒക്കെ ഒന്ന് എടുത്തു വെക്കണം. ഇല്ലെങ്കിൽ എന്താ പറയുക, പനി നമ്മൾ അറിയുക പിന്നെയാണ്. അപ്പോൾ എനിക്ക് ഈ വയ്യാത്ത സമയത്ത് നമ്മൾ അടുക്കള വൃത്തിയാക്കിയാലും തീരാത്ത പോലെ കേട്ടോ. ഞാനിങ്ങനെ കുറച്ച് കഴിഞ്ഞ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച് വെച്ച് അത് തീരാത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ഞാൻ കുട്ടികൾക്ക് ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനും അതേ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഞാനൊന്ന് ജസ്റ്റ് വേഗം ഒന്ന് ക്ലീൻ ചെയ്തു. വലുതായിട്ടൊന്നും അങ്ങോട്ട് ഇതാക്കാൻ നിന്നില്ല. നൈന് ഭയങ്കര ഒരു രസം ഫാനാണ് കേട്ടോ. ഒക്കെ രസം ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. ഇന്ന് ദോശ കണ്ടപ്പോൾ രസത്തിൻ്റെ മണം അടിച്ചപ്പോഴേ ഒക്കെ മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞത് ദോശയ്ക്ക് ഇന്ന് എനിക്ക് രസം മതി. അങ്ങനെ രസവും ദോശയാണ് അവൾ കഴിച്ചത് രാവിലെ. അതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കൂടെ വന്നിരുന്നതും. അല്ലെങ്കിൽ രാവിലെ ഒന്നും ഇരിക്കുകയില്ല, അവളിങ്ങനെ കുറേ നേരം ഒരു കിളിപോയ അവസ്ഥയിൽ ഇരിക്കാറാണ്. ഇപ്പം രസം കിട്ടാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിൽ വന്നിരുന്നത്. ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത് ഒരു വില്ലയിലാണ്. അപ്പോൾ ഇവിടുത്തെ വേസ്റ്റ് ഇടുന്നത് ഇങ്ങനെ പുറത്താണ് വേസ്റ്റ് ബോക്സ് ഉള്ളത്. ഖത്തറിൽ നിന്ന സമയത്ത് വീടിനോട് തൊട്ടിട്ട് തന്നെ, ആ ഒരു മതിലിനോട് തൊട്ടിട്ട് തന്നെയായിരുന്നു വേസ്റ്റ് ബോക്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് കൊണ്ടുപോയി ഇടായിരുന്നു. ഇതിപ്പോൾ റോഡ് ക്രോസ് ചെയ്തിട്ട് പോയിട്ട് ഇടണം. പിന്നെ ഒരു പ്രൈവറ്റ് റോഡാണ്, അങ്ങനെ വണ്ടിയൊന്നും വരുന്ന ഒരു ഏരിയ അല്ല. അതേപോലെ ഞാൻ ആദ്യമൊക്കെ ഈ ഉണക്കുന്ന തുണി ഉണക്കാൻ റൂമിൽ തന്നെയായിരുന്നു ഇട്ടിരുന്നത്. പിന്നെ അതിനൊരു സ്മെല്ലൊക്കെ പോലെ. അപ്പം ഞാൻ പിന്നെ ഇപ്പോൾ വില്ലയാകുമ്പോൾ അങ്ങനെ ഒരു ഗുണം കേട്ടോ, നമുക്ക് പുറത്ത് കൊണ്ടുപോയിട്ട് തോരടാം. അപ്പം ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് തോരട്ട് പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് അങ്ങനെ വെച്ചു. ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴേ സ്റ്റോറേജ് ഫുള്ളായിട്ട് പൊട്ടി തെറിക്കണ മാതിരിയായിട്ടുണ്ടായിരുന്നു ഫോൺ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മാറ്റി. അതേപോലെ തന്നെ ഞാനൊരു മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയുള്ള ആളാട്ടോ. മടീനേക്കാൾ ഉപരി ഞാൻ മറന്നു പോകും. എന്നെ ഓർമ്മിപ്പിക്കുന്ന ആളാണ് നൈനു. അവൾക്ക് മരുന്ന് കഴിപ്പിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. എല്ലാവരെ കൊണ്ട് ഈ സ്റ്റോറേജ് ഫുള്ളാവല് വലിയൊരു തലവേദനയാണ്. അപ്പം അത് ഒക്കെ അത് ശരിയാക്കാൻ എത്ര സമയം അറിയോ എടുത്തത്. അപ്പം അതൊക്കെ ഒന്ന് മാറ്റി, ഡ്രൈവിലേക്കൊക്കെ മാറ്റി, 2 വീഡിയോ എടുത്തതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്തു ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നല്ല സൈഡായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾ പോയി കുളിച്ചിട്ട് വന്നു. അപ്പോൾ 2 ആളും കുളിച്ച് വീഡിയോ എടുക്കുന്നതിനെ കൊണ്ട് നൈനു കണ്ണൊക്കെ എഴുതി ഒന്ന് മേക്കപ്പൊക്കെ ഇട്ട് സെറ്റായി വന്നത്. അപ്പോൾ അവൾ തന്നെയാണ് നെവനെ ഹെൽപ്പ് ചെയ്യും. അവൾക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ആ ഒരു ഏജ് അതല്ലേ. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അവനെ ഹെൽപ്പ് ചെയ്യുക, ഞങ്ങളെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവളെ കണ്ടിട്ട് അവനും ഇങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ വരും. എന്നിട്ട് ഇവരെ എൻ്റർടൈൻ ചെയ്യിക്കൽ സത്യം പറഞ്ഞാൽ ഒരു പണിയാണ്. അല്ലെങ്കിൽ ഫുൾ ടൈം TV കണ്ടിരിക്കും. നമ്മളപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മെല്ലെ അത് TV-യിലേക്ക് പോകും. അപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ആക്ടിവിറ്റി എന്തെങ്കിലും, കുറച്ച് എൻ്റർടൈനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നാട്ടിലാവുമ്പോൾ നമുക്ക് കുറച്ച് നേരം ആക്ടിവിറ്റീസ് കൊടുത്തിരുത്തി പുറത്തേക്ക് വിട്ട് കളിക്കാൻ പറയാം. പിന്നെ അപ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയല്ലോ. ഇതങ്ങനെയല്ല,
നമ്മൾ ഫുൾ ടൈം ആക്ടിവിറ്റി കൊടുത്ത് എൻ്റർടൈൻ ചെയ്യിക്കൽ അതൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ മടി പിടിച്ച് കിടക്കുകയായിരുന്നു. പിന്നെ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് ഫുഡ് കൊടുക്കണ്ടേ എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഇന്ന് എഴുന്നേറ്റത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഞാൻ ഇന്ന് സിനിമ കണ്ടിട്ടാണ് ഫുഡ് കഴിക്കാറുള്ളത്. അപ്പോൾ ഏതെങ്കിലും പഴയ സിനിമ കണ്ട് ഫുഡ് കഴിക്കലാണ് എൻ്റെ മെയിൻ പണി. അത് എനിക്ക് എന്താ അറിയില്ല, ഇപ്പം കുറച്ച് ഒരു അഡിക്ഷനും കൂടി ആയിട്ടുണ്ട്. 90s മൂവി കാണുക, പിന്നെ ഈ നൊസ്റ്റാൾജിയ ഉള്ള മൂവികൾ കാണുക, ഇതൊക്കെ എനിക്കൊരു വീക്ക്നെസ്സാണ്. പിന്നെ നമ്മളെ അപ്പുറത്തെ വീട്ടിൽ അവർ നാട്ടിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു, നമ്മളെ നൈബേഴ്സ്. അവർ വന്ന് കൊണ്ടു തന്നാൽ നമുക്ക് കുറേ ലഡു, അതേപോലെ തന്നെ ഇതില്ലേ തേൻമുട്ടായി. അതിന് ഇത്രയും വലിയ തേൻമുട്ടായി ഞാൻ ആദ്യമായിട്ട് കാണാം. പക്ഷെ നല്ല രസമുള്ള തേൻമുട്ടായി ആയിരുന്നു. അപ്പം അതും കഴിച്ച് ഇന്ന് കഴിച്ച ഭക്ഷണത്തിൽ എനിക്ക് സത്യം പറഞ്ഞാൽ ടേസ്റ്റ് തോന്നി മനസ്സിലായിട്ടുള്ളത് ഈ ഒരു തേൻമുട്ടായി മാത്രമാണ്. അപ്പം അങ്ങനെ അതും കഴിച്ച് ടി വിയും കണ്ടിരുന്നു. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ നല്ല ഉറക്കം ഉറങ്ങി. കൂടെ മക്കളും കിടന്നുറങ്ങി, അവർ എഴുന്നേറ്റിട്ടില്ല. അപ്പം എണീറ്റ് കഴിഞ്ഞപ്പോൾ ചെറിയൊരു പനിക്കണ പോലെ. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ചിരിക്കുകയെന്ന് വിചാരിച്ച് ഞാനപ്പം ഇങ്ങനെ വിചാരിക്കുകയായിരുന്നു ഇവിടെ വന്നിരുന്നപ്പോൾ. ഞാൻ എപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ പറയാറില്ലേ, ഇനി നമ്മൾ അടിപൊളിയായിട്ട് വീഡിയോ ചെയ്യും. വെക്കേഷൻ്റെ വീഡിയോ എടുത്ത് ഞാൻ നോക്കിയപ്പോഴും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്, ഇനി അങ്ങോട്ട് നല്ലോണം നമുക്ക് വീഡിയോ ചെയ്യണം, ഫുൾ വെക്കേഷൻ വ്ളോഗായിരിക്കുന്നത്. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഏതൊരു വീഡിയോയിൽ അടിപൊളി വീഡിയോസ് ചെയ്യണം ഇനി ഒരുപാട് ഉണ്ട് എന്നൊക്കെ. പക്ഷെ ഓരോ വട്ടം ഞാൻ വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോഴേ ഓരോ കാര്യമായിട്ട് അത് ഇതായിപ്പോവും. ഓൾറെഡി പ്ലാൻ ചെയ്യുമ്പോൾ കേട്ടോ, ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇങ്ങനെ കണ്ടൻറ്റ് വെയിറ്റ് ചെയ്തിരുന്ന് അതിങ്ങനെ കറക്റ്റ് കണ്ടൻറ്റ് കിട്ടുമ്പോൾ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യാറുള്ളൂ എന്ന്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഞാനിങ്ങനെ എത്ര ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നോ അപ്പോഴത്തേക്കും എന്തെങ്കിലും ആയിട്ട് എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ തുടങ്ങിയ സമയത്തുള്ള വീഡിയോ ഇട്ട് കഴിഞ്ഞതിന് ശേഷം എന്തോ ഒരു എനിക്ക് ചെറിയ സുഖമില്ലാത്ത പോലെ ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം കേട്ടോ, ഒരു 2 ദിവസം എന്തോ ഒരു പോലെ, ആ ഒരു സുഖമില്ലാത്ത പനിയൊന്നുമല്ല, ഒരു പനിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീല്. അപ്പം അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാൻ വിചാരിച്ച ഒരു 2 ദിവസം റെസ്റ്റ് ചെയ്യുക, മേ ബി ഇങ്ങനെ ഓടി കളിച്ചിട്ടായിരിക്കും. പിന്നെ നമ്മളിങ്ങനെ പുറത്തൊക്കെ പോയിരുന്നു ആ സമയത്ത്, അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിച്ചിട്ട്, ആ ചൂടല്ലേ അതുകൊണ്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് നൈനൂന് പനി വന്നത്. നൈനൂന് പനി വന്നിച്ച് നല്ല പോലെ പനിച്ചു. 2 ആഴ്ച ഞങ്ങൾ കഷ്ടപ്പെട്ടു പോയി. അതേ അവൾക്ക് മാറി തുടങ്ങിയപ്പോഴത്തേക്കും മോനും പനിച്ചു തുടങ്ങി. അപ്പോൾ 2 ആളും ഉറക്കത്തിൽ ഛർദ്ദിക്കുക, പിന്നെ ഫുഡ് കഴിച്ചാൽ ഛർദ്ദിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അതൊന്ന് അവരെ പനിയൊന്ന് പിന്നിലാക്കി, ഒന്ന് കുഴപ്പമില്ല എന്നായപ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾ റെസ്റ്റ് എടുത്തു. ഞാനൊരു കുറച്ച് ദിവസം മടി പോലെയായിരുന്നു, 2-3 ദിവസം ഞങ്ങനെ വെറുതെ ഇരിക്കുക തന്നെയായിരുന്നു ചെയ്തേ. അപ്പം ഞാൻ വിചാരിച്ചാൽ ഇനി 2 ഡേയ്സ് കഴിഞ്ഞ് ഇവരൊക്കെ ഒന്ന് ട്രാക്കിലായിട്ട് വേണം ഒന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യണം, നമ്മളാ വീഡിയോ ഒക്കെ അടിപൊളിയാക്കണം എന്ന് മനസ്സിൽ വിചാരിച്ചിട്ടില്ല. അപ്പോഴത്തേക്ക് അഖിലിന് പനി വന്നപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് എന്തായാലും വരുമെന്ന്. അടുത്ത് കൂടെ പോയാൽ എനിക്ക് പനി കിട്ടുന്നതാ, അപ്പം എന്തായാലും ആ പനി എനിക്ക് കിട്ടുമെന്ന് മനസ്സിലായി. അപ്പം ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വിചാരിച്ച പോലെ അഖിലിന് 2 ദിവസത്തെ പനി തുടങ്ങി 2 ദിവസം കഴിഞ്ഞപ്പം 3-ാമത്തെ ദിവസം എനിക്കും പനിയായി. അപ്പം നമ്മൾ ഞങ്ങൾ 2 പേരും അങ്ങോട്ട് സൈഡായി. നല്ല ബുദ്ധിമുട്ടായിപ്പോയി. ഇപ്പം എനിക്കിങ്ങനെ ഒന്ന് ബെറ്ററായി എന്ന് ഞാൻ വിചാരിക്കും. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ പിന്നെയും പനി വരും. അങ്ങനെ ഒരു പ്രത്യേക പനി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ട്, ഇനി ഞാൻ വിചാരിക്കില്ല വീഡിയോ അടിപൊളിയായിട്ട് ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കില്ല. ഞാൻ പിന്നെ മനസ്സിൽ വിചാരിച്ചു, ഇനി വരുമ്പോൾ ഇങ്ങനെ മുന്നത്തെ പോലെ തന്നെ മുന്നിൽ വരുമ്പോൾ നമുക്കിങ്ങനെ തോന്നില്ല ഇന്ന് ഈ കണ്ടൻറ്റ് ഇടണം എന്ന് തോന്നുമ്പോൾ മാത്രമേ ഇനി വീഡിയോ ഇടുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ മനസ്സിൽ ആശകൾ മോഹങ്ങൾ ഇങ്ങനെ കെട്ടിയിട്ട് പറയേയില്ല എന്ന് ഞാൻ പിന്നെ വിചാരിച്ചിട്ടുണ്ട്. ഇനി എൻ്റെ മുന്നിൽ കണ്ടൻറ്റ് വരുമ്പോൾ ചെയ്യാം എന്നുള്ളൊരു പ്ലാനായി. നമുക്ക് കുറച്ച് പേര് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6-7 മെസ്സേജ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാമിൽ, അറബിക് ക്ലാസ്സിനെ കുറിച്ച് ചോദിച്ചിട്ട് എങ്ങനെയാണ് ഫീസ്, അതേപോലെ തന്നെ എന്തൊക്കെയാണ് അതിൻ്റെ ക്ലാസ്, നല്ലതാണോ, എങ്ങനെയാണ് പഠിക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിത് ഇൻസ്റ്റഗ്രാമിൽ ഒരു പരസ്യം കണ്ടതാണ്, ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പരസ്യം കണ്ടിട്ടാണ് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു നോക്കുന്നത്. അപ്പോൾ അവർ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പൈസ എന്ന് പറഞ്ഞാൽ ഭയങ്കര പൈസയൊന്നും ഇല്ല കേട്ടോ. ഞാൻ പൈസയായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അവരെ കോൺടാക്ട് നമ്പർ വേണമെങ്കിൽ താഴെ കൊടുക്കുക. എന്തായാലും അഫോർഡബിൾ റേറ്റ്സ് ആണ് ഉള്ളത്. സ്പോക്കൺ അറബിക്കാണ്, റിട്ടൺ ഇല്ല, നമുക്ക് എഴുതാനും വായിക്കാനൊന്നുമില്ല, നമുക്ക് സംസാരിക്കാനുള്ള സ്പോക്കൺ അറബിക് ക്ലാസ് ആണ്.
എന്നിട്ട് അതിൽ നമുക്ക് 3 ലെവലായിട്ടാണ് അഡ്വാൻസ്ഡ്, ബിഗിനർ, ഇൻ്റർമീഡിയറ്റ്, അഡ്വാൻസ്ഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞിരുന്നില്ല അതിനെക്കുറിച്ചിട്ട്. കാരണം എന്താ പറയുന്നത്, എനിക്ക് തീരെ അറിയാത്ത ലാംഗ്വേജ് അറബി. ഒരു വാക്ക് പോലും എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഞാനിത് തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്ക് മനസ്സിലാവുന്നേ ഇല്ലായിരുന്നു. പക്ഷേ ബിഗിനർ ക്ലാസ് കഴിഞ്ഞപ്പം ഒരിത്തിരി ഞാൻ ബെറ്റർ ആയ പോലെ എനിക്ക് തോന്നി. പക്ഷെ എന്നാലും എൻ്റെ കൂടെ ബാച്ചിലുണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് പോലും ഞാൻ എത്തിയിട്ടില്ല. എനിക്ക് ജസ്റ്റ് വാക്കുകളൊക്കെ കേട്ടാൽ എവിടെയോ കേട്ടൊരു ഫീലെങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ക്ലാസ്സൊക്കെ അത്യാവശ്യം നല്ല ക്ലാസ്സാണ്. കറക്റ്റായിട്ട് മൊഡ്യൂൾസ് തലേ ദിവസം തന്നെ അയച്ചു തരും ക്ലാസ്സിന് മുന്നേ. അതിൻ്റെ കൂടെ അവർ അതിൻ്റെ വോയിസും അയച്ചു തരും. അപ്പോൾ ഈ മൊഡ്യൂൾസ് അവർ അയച്ചു തരുന്ന ഫയലും PDF ഫയലും ഈ വോയിസും കൂടി വെച്ച് കേട്ട് നമ്മളൊന്ന് നന്നായി പ്രിപ്പയർ ചെയ്ത് അവരെ ക്ലാസ്സും അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്യണം. കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്ത് പോയാൽ നല്ലോണം സംസാരിക്കാൻ പറ്റും. നല്ല ചേഞ്ച് ഞാൻ എൻ്റെ കൂടെയുള്ള ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനിങ്ങനെ ബിഗിനർ ടൈമിൽ ഞാൻ ഒരുവിധം നന്നായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇൻ്റർമീഡിയറ്റ് ആയപ്പം കുട്ടികൾക്ക് സുഖമില്ലാണ്ട് തുടങ്ങിയത്. അപ്പോൾ എനിക്ക് ഇവരെ ക്ലാസ് ഇങ്ങനെ മിസ്സാവും. ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നാളെ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഈ ഇൻ്റർമീഡിയറ്റ് ലെവലിലൊക്കെ നമ്മൾ ഒരു ക്ലാസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്യാച്ച് ചെയ്തെടുക്കാൻ പറ്റില്ല. ഒന്നാമത് നമുക്ക് തീരെ അറബി അറിയില്ല എന്നുണ്ടെങ്കിൽ, എന്നെ പോലെയൊക്കെ ആണെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്, നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇത് ശരിയാവില്ല, ഇങ്ങനെ ഒരു ക്ലാസ് മിസ്സാവുക, എനിക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ എനിക്ക് വയ്യാണ്ടായി അപ്പോൾ തീരെയും പറ്റൂല, നമുക്ക് ക്ലാസ് ശ്രദ്ധിച്ചിരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇവർക്കിത് ഓൺലൈൻ, നമുക്ക് ഗൂഗിൾ മീറ്റ് വഴിയുണ്ട് ക്ലാസ്, മിക്സപ്പ് ആയിട്ടാണ്. ഗൂഗിൾ മീറ്റ് വഴി ക്ലാസ് ഉണ്ട്, വാട്സപ്പ് വഴിയും നമുക്ക് ക്ലാസ്. അങ്ങനെ അത് മിക്സ് ചെയ്തിട്ട് ആഴ്ചയിൽ 2 ദിവസം ലീവാണ്, അതിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് ബാക്കി ഗൂഗിൾ മീറ്റ് ക്ലാസ്സും അതേപോലെ വാട്സപ്പിലും ക്ലാസ്, ഇങ്ങനെയാണുള്ളത്. ഇപ്പം ഞാൻ ഇൻ്റർമീഡിയറ്റ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ക്ലാസ് ഒരാഴ്ച 2 ആഴ്ചത്തോളം കറക്റ്റായിട്ട് അറ്റൻഡ് ചെയ്തേ. അത് കഴിഞ്ഞപ്പോഴെങ്ങനെയായി, അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. കാരണം വെറുതെ ഞാൻ ഇരുന്നിട്ട് പിന്നെ കാര്യമില്ല, 2 ക്ലാസ് മിസ്സായാൽ തന്നെ നമുക്ക് ആകെ ട്രാക്ക് പോവും. അപ്പം ഞാൻ വിചാരിച്ചു ഇവരെ വെക്കേഷൻ കഴിഞ്ഞിട്ട് ഇനി റീസ്റ്റാർട്ട് ചെയ്യാം ഇൻ്റർമീഡിയറ്റ് ക്ലാസ്. അവർക്ക് അങ്ങനത്തെ ഒക്കെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ. നമുക്കിപ്പോൾ ക്ലാസ് മിസ്സായ ഒരു വട്ടം കൂടി ഈ ക്ലാസ്സൊക്കെ പിന്നെ അറ്റൻഡ് ചെയ്യാം, അങ്ങനെ ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പോൾ എന്നോട് കുറച്ച് പേരിങ്ങനെ എല്ലാത്തിലും, ഞാനിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ Q&A പോലെയൊക്കെ ചോദിക്കുകയാണെങ്കിലും എല്ലാവരും ചോദിക്കുന്നതാണ് അറബിക് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് പറയുമെന്ന്. അതുകൊണ്ടും ആണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ഇതിൽ പറഞ്ഞത്. അപ്പം അങ്ങനെ നല്ലൊരു ഡെഡിക്കേഷൻ വേണം. നമ്മൾ പഠിക്കുകയാണെങ്കിൽ നല്ല ഡെഡിക്കേഷൻ വേണം. നമുക്ക് സിമ്പിളായിട്ട് അത് പഠിച്ചെടുക്കാൻ പറ്റില്ല, തീരെ അറിയാത്തവർക്ക് കേട്ടോ. കുറച്ചൊക്കെ അറിയുന്ന ആൾക്കാർക്കാണെങ്കിൽ ക്ലാസ്സും കൂടി ഉണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങ് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ നല്ല എഫേർട്ട് നമ്മളെ കയ്യിൽ നിന്നിട്ട് നമ്മൾ കുറച്ച് സീരീസുകളൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ തന്നെ ചെയ്യണം. എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എൻ്റെ ബാച്ചിൽ എനിക്ക് മാത്രമാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത ആൾ ഞാനായിരുന്നു. ബാക്കി എല്ലാവർക്കും അത്യാവശ്യം ഇതിനെക്കുറിച്ചൊരു ധാരണയെങ്കിലും ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അറബിക് ക്ലാസ്സിൻ്റെ കാര്യം. വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു മക്കളെ എഴുന്നേറ്റിട്ട് വിശക്കുന്ന എന്തെങ്കിലും ഉണ്ടാക്കിത്താന്ന്. അപ്പം എന്താന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒരു ഫ്രൂട്ട്സ് വേണ്ട, ഒന്നും വേണ്ട, ക്രിസ്പി ആയിട്ട് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു പരീക്ഷണത്തിൽ ഞാനൊന്ന് ഉണ്ടാക്കി നോക്കുകയാണ്. ആദ്യം ഞാൻ റവ ഒന്ന് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായും ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ആക്കിയെടുത്ത് കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് ചപ്പാത്തി പലകയിൽ വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തു. എന്നിട്ട് നമ്മൾ കത്തി വെച്ചിട്ട് ഒരു ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തു. നന്നാവോ ഇല്ലയോ എന്ന് അറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യം വിചാരിച്ചേ മുഴുവനായിട്ട് ഉണ്ടാക്കണ്ട, കുറച്ചൊന്ന് ഫ്രൈ ചെയ്ത് നോക്കിയിട്ട് നന്നായാൽ മാത്രം ഉണ്ടാക്കിയാൽ മതി, അല്ലെങ്കിൽ വെറുതെ സാധനം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ഞാനൊരു സ്ക്വയർ ഷേപ്പിലാണ് കേട്ടോ അത് പരത്തിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പാൻ അടുപ്പത്ത് വെച്ചു, എണ്ണ ചൂടാക്കി. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം ആദ്യം ഞാൻ കുറച്ചൊന്നിട്ട് ഫ്രൈ ചെയ്ത് നോക്കി എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഭയങ്കര ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയതൊന്നുമില്ല, ഒരു സാധാരണ ഒരു സംഭവം. ഞാൻ അത് ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി, നല്ല ക്രിസ്പി ആയിരുന്നു സംഭവം. അങ്ങനെ വെറുതെ കഴിച്ചുകൊണ്ടിരിക്കാൻ കുഴപ്പമില്ല, ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ചിപ്സ് പോലെ ഉണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് ഒന്നും കൂടി തിന്നാക്കി പരത്തായിരുന്നു. അപ്പൊ നല്ല രസം ഉണ്ടാവും. ഒന്നും കൂടി തിന്നാക്കി പരത്തിയാൽ കുറച്ചും കൂടി ക്രഞ്ചി ആയിട്ടുണ്ടാവും എന്ന് തോന്നി. ഇഷ്ടമായോ?
നെവന് ഇഷ്ടായോ? ഫില്ലിംഗ് ഇല്ല, വെറുതെ ഒരു ക്രിസ്പി ചിപ്സാ. രസമുണ്ടോ? വെറുതെ പറയാണ്. നെവന് ഇഷ്ടായോ? ഇഷ്ടായില്ല? പച്ചക്കറി ഒന്നുമില്ല. ആ പച്ചക്കറീൻ്റെ സാലഡിൽ ഇടാൻ അടിപൊളിയല്ലേ അത്. ശരിയാണ് അതിന് പറഞ്ഞത്, അത് നല്ല ഐഡിയ. സാലഡിൽ ഇടാൻ പറ്റിയൊരു സാധനം. റൈറ്റ്, ക്രഞ്ചിനെസ്സിന് ഇടാൻ പറ്റും. റൈറ്റ്. ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടാറ്റാ.